അല്ലാഹുവിനെ ഭയപ്പെടുക. നടക്കുന്ന സമയത്തും ചിന്ത വേണം അല്ലാഹ്, ഇരിക്കുന്ന സമയത്തും ചിന്ത വേണം അല്ലാഹ്, നമ്മളൊരു വസ്തുവിനെ തൊടുന്ന സമയത്തും ചിന്ത വേണം അല്ലാഹ്, ഒന്ന് തിന്നുന്ന സമയത്തും ചിന്ത വേണം അല്ലാഹ്. ഇങ്ങനെ ഏത് സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത അല്ലാഹ് അല്ലാഹ് എന്നുള്ള ചിന്തയാണ്. ആ അല്ലാഹ് എന്നുള്ള ചിന്തയിൽ നിന്ന് മാറിയാലോ നമ്മൾ പരാജയപ്പെട്ടു പോകും കേട്ടോ. രഹസ്യവും പരസ്യവും നന്നാക്കണേ. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. മറ്റൊരുത്തന്റെ പണം നമുക്ക് തട്ടിയെടുക്കാം, അവനെ വഞ്ചിക്കാം. മുതലാളി കാണാതെ അവന്റെ ഡ്രവറിൽ നിന്ന് പൈസ എടുക്കാം. മുതലാളി അറിയാതെ അവന്റെ ഷോപ്പിൽ നിന്ന് നമുക്ക് പലതും കൊണ്ടുവരാം. പക്ഷേ അറിയുന്ന ഒരു റബ്ബുണ്ട്, കാണുന്ന ഒരു റബ്ബുണ്ട്, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു റബ്ബുണ്ടെന്ന ബോധം വേണം. അന്യന്റെ ഒരു നയാ കാശ് പോലും നമ്മുടെ അക്കൗണ്ടിലായി പോകരുത് കേട്ടോ. അത് ഹറാമിന്റെ ഭക്ഷണമാണ്. ഹറാമിന്റെ ഭക്ഷണം വയറ്റിലായാൽ അവന്റെ ദുആക്ക് ഇജാബത്തില്ല, അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് മറ്റൊരുത്തനെ വഞ്ചിച്ചുകൊണ്ട്, പാർട്ട്ണറെ പറ്റിച്ചുകൊണ്ട്, മുതലാളിയെ വഞ്ചിച്ചുകൊണ്ട്, ജ്യേഷ്ഠനെ വഞ്ചിച്ചുകൊണ്ട്, അനിയനെ പറ്റിച്ചുകൊണ്ട്, പെങ്ങന്മാരെ പറ്റിച്ചുകൊണ്ട്, ബാപ്പാന്റെ സ്വത്ത് ബാപ്പ മരണപ്പെട്ടാൽ ഓഹരി വെക്കേണ്ടതുപോലെ ഓഹരി വെക്കാതെ പെങ്ങന്മാരെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞേച്ച് അനിയനിക്കും ജ്യേഷ്ഠനിക്കും കൊടുക്കാതെ സ്വത്ത് മുഴുവനും തന്റെ കയ്യിലാക്കി വെക്കുന്ന ഹറാമായ സ്വത്ത് പിടിച്ചു വെക്കുന്നവരുണ്ടോ? അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു 18 രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ്. അവസാനം അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് എല്ലാം ഒഴിവാക്കി സുഹുദിലായി അങ്ങ് അതാ കാട്ടിൽ ചെന്നുപോയി ജീവിക്കാൻ തുടങ്ങി. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാഖ വഅയ്തംതുൽ ഇയാല ലികൈ അറാക എന്നും പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ കൊട്ടാരത്തിന്റെ പടിയിറങ്ങുന്നു. ഞാനിതാ എൻ്റെ അധികാരങ്ങളും എൻ്റെ കൊട്ടാരങ്ങളും എൻ്റെ പരിവാരങ്ങളും എൻ്റെ സ്വത്തുക്കളും മുഴുവനും ഞാനിതാ വലിച്ചെറിയുന്നു. ഞാൻ അല്ലാഹുവിനെ കാണാൻ വേണ്ടി തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക, റബ്ബേ നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. വഅയ്തുംതുൽ ഇയാല ലികൈ അറാക, നിന്നെ കാണാൻ വേണ്ടി ഞാനിതാ എൻ്റെ കുടുംബങ്ങളെ, എൻ്റെ സ്വത്തുക്കളെ, എൻ്റെ അധികാരങ്ങളെ, എൻ്റെ പരിവാരങ്ങളെ മുഴുവനും ഞാൻ ഒഴിവാക്കി വരുന്നു. ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കാട്ടിൽ ചെന്ന് ഇബാദത്തിലായി ജീവിച്ചു. അങ്ങനെ അതാ സുഹുദിലായി ജീവിച്ചു. മഹാനവറുകൾ ഒരു ദിവസം അതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെന്നു. ആ ബൈത്തുൽ മുഖദ്ദസിൽ രാത്രി സമയത്ത് അവിടെ മുഴുവനും വാതിലടച്ച് ഒരു മനുഷ്യന്മാരും അതിന്റെ ഉള്ളിൽ നിൽക്കുന്നില്ല. മലക്കുകൾക്കും ജിന്നുകൾക്കും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി രാത്രി സമയം ബൈത്തുൽ മുഖദ്ദസ് അടച്ചു വെക്കുകയാണ്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം അവിടെ കയറിക്കൂടി. ആ പള്ളിയുടെ ഉള്ളിൽ നിന്നു അതാ അവിടത്തെ കാവൽക്കാരൻ വാതില് പൂട്ടിയിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ അന്നത്തെ രാത്രി മലക്കുകളും ജിന്നുകളും ഇബാദത്തിന് വേണ്ടി വന്നപ്പോൾ മലക്കുകളിൽപ്പെട്ട ഒരാള് പറയുന്നു, ഒരു മലക്ക് പറയുന്നു, ഏതോ ഒരു മനുഷ്യൻ ഈ പള്ളിയുടെ അകത്തുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ മണം ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റൊരു മലക്ക് പറഞ്ഞു, അതെ, അതാരാണെന്നറിയുമോ? റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ്. പക്ഷേ വലിയ ആബിദാണ്, സൂഫിയാണ്. ഒരു കൊല്ലമായി അദ്ദേഹത്തിന്റെ ഒരൊറ്റ ഇബാദത്തും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. മറ്റൊരു മലക്ക് പറഞ്ഞു, എന്താ പ്രശ്നമെന്നറിയോ?
2 കാരക്കയുടെ പ്രശ്നമാണ്. ആ 2 കാരക്ക പ്രശ്നമായതുകൊണ്ട് 1 കൊല്ലമായി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ ഇബാദത്തും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അപ്പോഴാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ഓടി വന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഈത്തപ്പഴം വാങ്ങിയിരുന്നു, കാരക്ക വാങ്ങിയിരുന്നു. അവിടെ എൻ്റെ സഞ്ചിയിലേക്ക് ആ കാരക്ക എടുത്ത് ഇടുന്ന സമയത്ത് 2 എണ്ണം താഴെ കണ്ടു. അത് എൻ്റെ സഞ്ചിയിലേക്ക് ഇടുമ്പോ വീണതാണെന്ന് മനസ്സിലാക്കി ആ 2 കാരക്ക ഞാൻ എടുത്ത് എൻ്റെ കൊട്ടയിലിട്ടിരുന്നു. ഇപ്പോൾ അത് എൻ്റേതല്ലെന്ന് മനസ്സിലായിരിക്കുന്നു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഉടനെ രാവിലെ ആയപ്പോൾ അതാ മക്കയിലേക്ക് ചെന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അങ്ങനെ മക്കയിൽ പോയി. കഴിഞ്ഞ വർഷം അവിടുന്ന് കാരക്ക വാങ്ങിയ ആ ഷോപ്പിൽ ചെന്നു നോക്കുമ്പോ അവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഒരു പ്രായമുള്ള ആളാണ്. അയാളിപ്പോ കാണുന്നില്ല. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, കഴിഞ്ഞ വർഷം ഇവിടെ പ്രായമുള്ളവരാൾ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? അയാൾ പറഞ്ഞതിന്റെ ബാപ്പയാണ് മരണപ്പെട്ടു പോയി. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടുന്ന് കാരക്ക വാങ്ങുമ്പോൾ 2 കാരക്ക ചോടെ കണ്ടപ്പോൾ എന്റേതാണെന്ന് മനസ്സിലാക്കി ഞാൻ എടുത്തിരുന്നു. ഇപ്പോൾ അത് എന്റേതല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരുമോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ 2 കാരക്കയിൽ എൻ്റെ അവകാശമുണ്ട്, എൻ്റെ ഉമ്മയുടെ അവകാശമുണ്ട്, എൻ്റെ സഹോദരിയുടെ അവകാശമുണ്ട്. എൻ്റെ ഓഹരി ഞാനങ്ങ് പൊരുത്തപ്പെട്ടു. ഉമ്മയെ കണ്ടു, അതും പൊരുത്തപ്പെടിച്ചു. പെങ്ങളെ കണ്ടു, അതും പൊരുത്തപ്പെടിച്ചു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. രാത്രി സമയത്ത് അവിടെ നിന്നു. മലക്കുകൾ വരുന്നു. ആ മലക്കുകൾ സംസാരിക്കുന്നു. ആരാണ് ഇവിടെയുള്ളത്? ഇബ്രാഹിം ഇബ്നു അദ്ഹമല്ലേ? 1 വർഷക്കാലം 2 കാരക്കയുടെ പ്രശ്നം കൊണ്ട് ഇബാദത്ത് സ്വീകരിക്കപ്പെടാത്തയാളാണ്. ഇപ്പോൾ അത് പൊരുത്തപ്പെടിച്ചപ്പോൾ സ്വീകരിച്ചു പോയി. ഓ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, 2 കാരക്ക കാരണം 1 വർഷക്കാലം എനിക്ക് അവകാശപ്പെടാത്ത 2 കാരക്ക എൻ്റെ ഭക്ഷണത്തിൽ പെട്ടതുകൊണ്ട് അല്ലാഹു 1 കൊല്ലക്കാലം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്തുകൾ സ്വീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എത്ര ആളുകളാണ് 2 കൈയും കണ്ണും മേൽപോട്ടേക്ക് ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് ദുആ ചെയ്യുകയാണ്. എവിടെന്നാണ് അവർക്ക് ഉത്തരം കിട്ടുന്നത്? മത്അമുഹു ഹറാം, മൽബസുഹു ഹറാം, മസ്കനുഹു ഹറാം. അവന്റെ വീട് ഹറാമിന്റെ വീടാണ്, അവന്റെ വസ്ത്രം ഹറാമിന്റെ വസ്ത്രമാണ്, അവന്റെ ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്, അവൻ്റെതെല്ലാം ഹറാമു കൊണ്ട് നിറക്കപ്പെട്ടതാണ്. ഈ ഹറാമു കൊണ്ട് നിറക്കപ്പെട്ടവൻ അവന്റെ ശരീരവും മാംസവും മജ്ജയും വസ്ത്രവും ഭക്ഷണവുമെല്ലാം ഹറാമു കൊണ്ടായാൽ അവന്റെ ദുആക്ക് ഇജാബത്തില്ല, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. വഅന്നാ യുസ്തജാബു ലഹു, എവിടെന്നാണ് അവനിക്ക് ഉത്തരം കിട്ടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമറനി റബ്ബി ബിതിസ്ഇൻ, എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞ 9 ഉപദേശങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം വേണം കേട്ടോ.